പുസ്തകം എഴുതിയ വ്യക്തി ഇബ്നുൽ ഹാദി എന്ന് പറയുന്ന വ്യക്തി സുബ്കി ഇമാമിനെ വിമർശിച്ചുകൊണ്ട് ഇതിൽ ചില പൊട്ടപ്പോയത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പൊട്ടപ്പോയത്തം കണ്ടിട്ട് ഒരു സാധു പെട്ടുപോയി കേട്ടോ. അതുകൊണ്ട് തന്നെ കിതാബ് വെച്ചിട്ട് തന്നെ നമുക്ക് ആ വിഷയത്തിൽ അന്ന് ഞാൻ പറഞ്ഞതുപോലെ മുട്ടേണ്ടി വന്നാൽ മുട്ടാമെന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ്. പറഞ്ഞ പൊട്ടപ്പോയത്തങ്ങൾക്കണോ മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിച്ച മാലിക് ഇമാം 179 വഫാത്തായത്, സുഫിയാൻ സൗരി തങ്ങൾ 161 വഫാത്തായത്. അക്കാലഘട്ടത്തിൽ ജീവിച്ചൊരു മഹാപണ്ഡിതൻ അതേ ഇബ്നു ഹുമൈദിൽ മഅ്മരി. ആ മഹാനാണ് മാലിക് ഇമാമുമായുള്ള ഈ സംഭാഷണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇമാം സുബ്കി അങ്ങനെയാ വിവരിച്ചത്. എന്നാൽ അങ്ങനെ വരുമ്പോ ഈ സഹീഹാണെന്ന് വന്നു പോകും. അതിനെന്ത് ചെയ്തു എന്നറിയോ? ഈ കൂട്ടരെന്ത് ചെയ്തു എന്നറിയോ? ഇബ്നു ഹുമൈദിനെ അങ്ങ് മാറ്റിവെച്ചു. ഇബ്നു ഹുമൈദിൽ മഅ്മരിയെ ഇബ്നു ഹുമൈദിൽ റാസി എന്ന പേരിൽ മറ്റൊരാളാക്കി മാറ്റി. എന്നിട്ട് എന്നെ വിമർശിക്കുകയാണ്. ഇബ്നു ഹുമൈദ് എന്ന് പറഞ്ഞാൽ ഇതാ പേരോടിനത് സമർത്ഥിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് അബൂ ഹുമൈദ് എന്നാക്കിയതെന്നാ പറഞ്ഞത്. എന്തിന്? ആ സനദിലെ കുഴപ്പക്കാരനെ പിടികൂടാതിരിക്കാൻ, ആ സനദിലെ കുഴപ്പക്കാരനെ പിടികൂടാതിരിക്കാൻ ശ്രദ്ധിക്കൂ. എല്ലാവരോടെ ഇരിക്കാൻ, നിങ്ങൾ പ്രസംഗം ശ്രദ്ധിക്കുക. ഇവിടെ എന്തുണ്ടെങ്കിലും അതൊക്കെ നോക്കാനും വളണ്ടിയർമാരും ആളുകളുമുണ്ട്. ഞാൻ പറയുന്ന വിഷയം ശ്രദ്ധിക്കുക, ശരിക്ക് ശ്രദ്ധിച്ചോ. സനദ് വായിക്കുന്നിടത്തും കൃത്രിമം കാണിച്ചിട്ടുണ്ട്. ഹദ്ദസനാ അബൂ ഹുമൈദ് എന്നാണ് വായിച്ചിട്ടുള്ളത്. അബൂ ഹുമൈദ് എന്ന് സിഫയിലില്ല, ആള് തന്നെ മാറിപ്പോയി. ഹുമൈദിന്റെ ബാപ്പാനാണ് അബൂ ഹുമൈദ് എന്നാൽ അർത്ഥം. സനദിലുള്ള വ്യക്തി ഹുമൈദിന്റെ മോനാണ്, ഇബ്നു ഹുമൈദാണ്. ആ വ്യക്തി ആ സനദിൽ കൊള്ളരുതാത്തവനാണ്. മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാ പറയട്ടെ, ഇബ്നു ഹുമൈദ് റാസിയാണ് അതിന്റെ പരമ്പരയിലുള്ളതെന്ന് ഒരു സനദ് മുഖേനയും ഖിയാമത്ത് നാൾ വരെ തെളിയിക്കാൻ സാധ്യമല്ല. ഒരു പണ്ഡിതനും ഒരു വ്യക്തിക്കും സാധ്യമല്ല. ഇക്കാര്യം ഞാൻ പ്രത്യേകം ഉണർത്തുന്നത്, ഞാനൊരു കിതാബിൽ തിരിമറി നടത്തിയവരും സനദിലുള്ള വ്യക്തിയെ മാറ്റിയവരുമാണെന്ന് പറഞ്ഞപ്പോഴാണല്ലോ സുഹൃത്തുക്കളെ അത് മുട്ടയിൽ തന്നെ അങ്ങ് ചത്തുപോയത്. ആ സമയം അതങ്ങനെ തന്നെ ആകണ്ട രംഗമാണ് കേട്ടോ.